തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, ഈ കൗമാരപ്രായക്കാരുടെ ചിന്താഗതികളിലും മനോഭാവങ്ങളിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ അക്രമാസക്തമായ രീതിയിലേക്ക് അവർ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചായാലോ ഇന്നത്തെ ചർച്ച? ഇതിനെക്കുറിച്ച് നമ്മളൊരു ചർച്ച വെക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്താ പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്ന പല സംഭവങ്ങളിലേക്കൊക്കെ ചിന്ത പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. കാരണം വളരെ ബ്രൂട്ടലായിട്ട് ക്രൂരമായിട്ട് ഒരേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയെ അടിക്കുന്നു, ഇടിക്കുന്നു, ഇവൻ കൊല ചെയ്യപ്പെടുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഒരു വിഷയം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകരും അതിനെക്കുറിച്ചും ചുറ്റുപാടുമുള്ള പല കുട്ടികളുടെയും പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ ഒരു നല്ലതിലേക്ക്, അതായത് കുട്ടികളെ നമ്മൾ അവരൊരു പ്രശ്നക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമ്മൾ മാറ്റി നിർത്തുകയല്ല, മറിച്ച് ചില ഡിസോർഡറുകളിലേക്ക്, പെരുമാറ്റത്തിൻ്റെ ഡിസോർഡറുകളിലേക്ക്, ചിന്തയുടെ ഡിസോർഡറുകളിലേക്ക് ഒക്കെ ഉള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ, തിരിച്ചു കൊണ്ടുവരുവാൻ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് വഴിതെളിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം, ഈ കൗമാര കാലഘട്ടം ഫിസിയോളജിക്കലി അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ആകാര വികാരങ്ങളുടെ മാറ്റങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. നമുക്ക് മുതിർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ആ ഒരു മാറ്റത്തിലൂടെ കടന്നു പോന്നപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മുടെ ആ ഒരു കൾച്ചറും നമ്മുടെ ഫാമിലിയും നമ്മുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളുമെല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് പ്രതികൂലമായിരുന്നു, പക്ഷേ അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ചു. ഓക്കെ. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അതിജീവിക്കാൻ പറ്റുന്ന മെക്കാനിസംസുമായിട്ട് ഈ മാറ്റങ്ങളെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഒത്തിരിയേറെ ആശങ്കകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ മാറ്റങ്ങൾ, അവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന അല്ലെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. കാരണം ഒരു ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിലോ ഒരു ജില്ലയിലോ ഒരു പ്രദേശത്തോ മാത്രം ചിന്തകൾ ഊന്നിയിരുന്ന അല്ലെ കണ്ടു വളർന്നിരുന്ന നമ്മുടെ ആ ഒരു ലോകം മാറി. ഇന്ന് നമ്മുടെ കൗമാരക്കാർ കാണുന്നത് ലോകം മുഴുവനെയാണ്. അവരുടെ വിരൽത്തുമ്പിലുണ്ട് പല ലോകത്തിൻ്റെയും സംസ്കാരങ്ങളെ. ഇപ്പം ടീച്ചറിന് തന്നെ അറിയാമല്ലോ, കൂടുതൽ ഈ കൊറിയൻ ട്രെൻഡുകളിലേക്ക് നമ്മുടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്, എവിടെ നിന്ന് അത് കിട്ടി? അത് അവർക്ക് സുലഭമായിട്ട് ആ ഒരു ഗ്ലോബലൈസേഷൻ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവൈലബിലിറ്റി അവർക്കത് നേടിക്കൊടുത്തു. അപ്പോൾ ഈ അഡോളസന്റ് കാലഘട്ടം ഇമോഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമാണ്. അവരുടെ ഒരു സ്നേഹമായാലും ഇഷ്ടമായാലും അവരുടെ ദേഷ്യമായാലും അവരുടെ സങ്കടമായാലും എല്ലാം അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിൽ അവർക്കതിനെ ഓപ്പൺ ചെയ്യണം. ഓക്കെ. നമ്മളൊരു അഡൾട്ട് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഈഗോ സ്റ്റാറ്റസ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, നീ ഇത്രയും ഇതിലേക്ക് എക്സ്പ്രസ് ചെയ്യരുതെന്ന്. പക്ഷേ കുട്ടികൾക്ക് അതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഫങ്ഷൻ, കൺട്രോളിങ് ഫങ്ഷൻ, ലോജിക്കൽ മൊമെന്റ്സ് അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ ഇമോഷൻസിനെ, വൈകാരികതകളെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പ്രകടിപ്പിക്കുന്ന സംസ്കാരങ്ങളോട് നമ്മുടെ കുട്ടികൾക്കൊരു ആഭിമുഖ്യമുണ്ടാകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ കൊറിയൻ കൾച്ചർ നമ്മുടെ ഈ കൾച്ചറിലേക്ക് ഇത്ര പെട്ടെന്ന് സ്വാധീനം ചെലുത്താനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം അവർ കാണുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു, ദേഷ്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളെ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പ്രകടിപ്പിക്കണമെന്നുള്ള അവരുടെ ആവശ്യവും ഇങ്ങനെയൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന നമ്മുടെ മുതിർന്നവരുടെ ചിന്താഗതിയും വരുമ്പോൾ
ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ്, ആ, ഇത് സ്ട്രെസ്, ഇപ്പൊ ആങ്സൈറ്റി. മുതിർന്നവരുടെ ചിന്താഗതി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ കൗമാര പ്രായത്തിലല്ലല്ലോ ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഏതൊരു കാലഘട്ടം മുതലാണ് നമ്മൾ ഇതിനൊരു, അതായത് കൗമാര കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കുട്ടിയെ ആ ഒരു സമയത്തല്ലല്ലോ കൺട്രോൾ ചെയ്യേണ്ടത്. അതിന് ഏതൊരു കാലഘട്ടം മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ എങ്ങനെയാണ്? ശൈശവത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ കൈകളിലൂടെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ആ. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് 15ഉം 16ഉം വയസ്സൊക്കെയുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് പറയുന്നത്, സിസ്റ്റർ ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുവാണ്, ഇവൻ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു, വാതിലടിച്ച് പൊളിക്കുന്നു, TV അടിച്ച് പൊളിക്കുന്നു, അവൻ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും, എപ്പോഴാണ് ഇവനിലൊരു മാറ്റം തുടങ്ങിയത്? സിസ്റ്റർ, ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കുട്ടികളുമായിട്ട് അടുത്തിടപഴകി കുട്ടിയോട് ചോദിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഏർലി പ്രീ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ട്, ഒരു ഷിഫ്റ്റിംഗ് ഏജ് ഉണ്ട്. അതായത് ഒരു 8, 9, 10 വയസ്സ്, ആ ഒരു കാലഘട്ടത്തിൽ ഈ മക്കൾ പതുക്കെ വിഡ്രോ ചെയ്യുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്ന്. അപ്പം അവരുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ പറയുന്നു, അത് കിട്ടാത്തപ്പോഴത്തേക്കും അവരതിന് ഡിഫിയൻ്റ് ആവുന്നു, ദേഷ്യപ്പെടുന്നു, കുറച്ച് പിടിവാശി കാണിക്കുന്നു. അപ്പം ആ ഒരു പിടിവാശിയൊന്നും ചിലപ്പോൾ അത്ര കാര്യമായിട്ട് കണ്ടില്ല എന്ന് വെക്കും. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ് ഉണ്ട് ഫാമിലിയുടെ, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയണേ, ശരിക്കും പറഞ്ഞൊരു ഗ്യാപ്പ് പ്രീ അഡോളസെൻസിൽ നിന്ന് അഡോളസെൻസിലേക്ക് പോകുന്ന കുട്ടികളും മാതാപിതാക്കളും ടീച്ചേഴ്സും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കുട്ടിയെ ഓരോ ദിവസവും നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടെങ്കിൽ മാത്രമേ ഇവന്റെ അഡോളസെന്റ് ഏജിലും നമുക്കിവനെ കൺട്രോൾ അല്ല, അതിനേക്കാൾ കൂടുതൽ അവനോടൊപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പലപ്പോഴും അക്രമാസക്തമാകുന്നു, പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു, കുട്ടി റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴാണ് മാതാപിതാക്കൾ ഉണരുന്നത്. ഫാമിലിയുടെ വലിയൊരു പ്രശ്നം തന്നെയാണ് അത്. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ജനിക്കുമ്പോൾ തൊട്ട് ആ കുഞ്ഞിന്റെ വളർച്ചയിൽ എല്ലാവരും ആ ഒരു പാതയിലൂടെ പോകേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, കുട്ടികളെ നമ്മൾ പെട്ടെന്ന് ചില സമയങ്ങളിൽ കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യാൻ പര്യാപ്തമായി കഴിയുമ്പോൾ അവനെ ഇനി ഞങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞു പോകുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ കുട്ടികൾ, അതായത് മാതാപിതാക്കൾക്കൊപ്പം വളരണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മൾ അതിലൂടെ കടന്നു പോകണം എന്ന് സിസ്റ്റർ പറഞ്ഞു. പക്ഷെ നമ്മളെപ്പോലെ ആകാനാണോ നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്? അപ്പം അതെങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് അതൊരു എപ്പോഴും നമുക്ക് ഒരു സംശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ അവരെ വളർത്തേണ്ടത്? പലപ്പോഴും മാതാപിതാക്കളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഒരു കലാകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലെയാണ് മാതാപിതാക്കൾക്ക് ചിലപ്പോൾ തോന്നാറുള്ളത്. അവരുടെ മനസ്സിലുള്ളൊരു ചിത്രം പേപ്പറിലേക്ക് വരയ്ക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കൊടുക്കുന്നു, അതിനെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ചിന്തിക്കുക, ഒരിക്കലും ഒരു കുഞ്ഞും ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരു എക്സ്റ്റൻഷൻ അല്ല. ഹീസ് ആൻ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ആണ്. ഇപ്പോൾ നമ്മൾ പറയുവാണ്, ഇപ്പം നമുക്കറിയാം, ഒരു 23 ക്രോമസോം ആൻഡ് പ്ലസ് 23 ക്രോമസോം 46 ക്രോമസോമിൽ ഒരു കുഞ്ഞ് ആകുന്നു. ഇത് നമ്മൾ ആ ഒരു ക്രോമസോമിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഫ്യൂസ് ചെയ്യുന്നതാണ്, അല്ലാതെ അതേപോലെ തന്നെയല്ല. നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു ചിത്രം എടുത്ത് വെച്ച് അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുതിർന്ന ഒരു അഡോളസെന്റിനെ കിട്ടുമോ? ഇല്ല. അപ്പോൾ അത് അവൻ്റെതായിട്ടുള്ള ഒരു തനിമ അവനുണ്ട്. ഈ തനിമ അവനുണ്ട്, അതിൽ ഒരു ജനറ്റിക് കോൺട്രിബ്യൂഷൻ മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു മാതാവോ പിതാവോ ചിന്തിക്കുന്ന അതേ ബൈ പ്രൊഡക്റ്റ് അല്ല കുഞ്ഞ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ലോകത്തിന് മാറ്റം വരത്തേയില്ല, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മുന്നേറ്റം ഉണ്ടാവില്ല, ബിസിനസ് ഫീൽഡിൽ മുന്നേറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റേതായിട്ടുള്ള ക്രിയാത്മകത ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴുമാണ് ഇന്നത്തെ ഒരു കാലഘട്ടം ഉണ്ടായത്. എങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടി അവൻ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു
വ്യക്തിയാണ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. പക്ഷേ അവൻ്റെ ഒരു വളർച്ചയിൽ നമുക്കവനെ സഹായിക്കാം. പക്ഷെ അത് അവൻ്റേതായിട്ടുള്ള വളർച്ചയായിരിക്കണം. അത് ഒരു നമ്മൾ പറയണ ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ. ഇപ്പോൾ ഒരു കുട്ടി അവൻ്റേതായിട്ടുള്ള വളർച്ചയിൽ പോകുവാണ്, അവിടെ ഇരിക്കുന്ന വടിയെല്ലാം എടുത്ത് അവൻ എല്ലാവരും തല്ലാനായിട്ട് തുടങ്ങുമ്പോൾ ഇല്ല, അത് അവൻ്റെ വളർച്ചയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ അവനെ നമുക്ക് തടയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ടീച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ചീത്ത വാക്കുകൾ വിളിക്കുന്നു, അത് ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ് വിലക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയണ അവൻ പോകുന്ന വഴിയെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെയോ നമുക്കൊന്ന് മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാവരുത്. പിന്നെ അതുപോലെ കൗമാരപ്രായത്തിലെ കുട്ടികൾ എപ്പോഴും പാരൻസിൽ നിന്നെല്ലാം വിട്ട് അവരവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ ചേരുന്ന ഒരു സമയമാണത്. അപ്പോൾ അവർ സുഹൃത്തുക്കൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ, അതായത് ഇപ്പോൾ വീട്ടിലൊക്കെ മക്കൾ വന്ന് സംസാരിക്കുമ്പോൾ പറയാം, അതായത് അവൻ്റെ അമ്മ വിടുന്നുണ്ടല്ലോ അവനെ, ഇപ്പോൾ രാത്രി എന്തെങ്കിലും പ്രോഗ്രാമിന് പോകാനാണെങ്കിൽ അവനെ വിടുന്നുണ്ടല്ലോ, പിന്നെ എന്നെ എന്തുകൊണ്ട്, ഞാനും അവനെ പോലെ തന്നെയല്ലേ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാന്നല്ല, നമ്മൾ എങ്ങനെ അവരെ വളർത്തേണ്ടതെന്നുള്ള സംശയമാണ്. നമ്മൾ ഓർക്കുക, ഈ അഡോളസെൻസിന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പിയർ പ്രഷറാണ് അല്ലെങ്കിൽ പിയർ ഇൻഫ്ലുവൻസ് ആണ് ഇവരെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പല കുട്ടികളുടെ പല പ്രശ്നങ്ങളിലേക്കൊക്കെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുന്ന അക്രമവാസനകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു കുട്ടി വേറൊരു കുട്ടിയെ തല്ലി അല്ലെങ്കിൽ വേറൊരു കുട്ടിയെ മുറിവേൽപ്പിച്ചു എന്നതിനേക്കാൾ ഒരു കൂട്ടം കുട്ടികൾ ചേർന്ന് വേറൊരുത്തനെ വകവരുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസുകളും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഇമിറ്റേഷൻ, അഡോളസെൻസിന്റെ സോഷ്യൽ ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെയാണത്. അതായത് എൻ്റെ പ്രായത്തിലുള്ളവർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു ഇമോഷണൽ കാര്യങ്ങളിൽ ഇവർക്കൊരു വളർച്ച വന്നിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി അവർ വളർന്നേക്കുന്ന ഒരു കാര്യങ്ങളിൽ അതേപോലെ തന്നെ ചിലപ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കണം, മാതാപിതാക്കളോട് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയും അയ്യ അത് ആര് ധരിക്കാനാ, ഇവിടെ ധരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പെട്ടെന്ന് എന്താണ് ചെയ്യുന്നത്, അവരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു, നോ തന്നെ പറയുന്നു. പക്ഷെ പിയർ ഗ്രൂപ്പിനോട് പറയുമ്പോഴോ എടാ ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ചിന്തകളോട് അനുകൂലിക്കുന്നതാണ് ആ ഒരു പ്രായം. നമ്മൾ സാധാരണ പറയും സബ് കോർട്ടിക്കൽ ഏരിയ, അതായത് നമ്മുടെ വൈകാരിക തലമാണ് അഡോളസെൻസിന് വളർന്നിരിക്കുന്നത്. അറ്റൻഷൻ സീക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു നോവൽറ്റി സീക്കിംഗ്, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അതിലൂടെ ശ്രദ്ധ നേടാനാണ് ഇവർക്കിഷ്ടം. പക്ഷെ കുറച്ചുകൂടി വലുതായാലേ ഇതിൻ്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കുട്ടികൾ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു, ലൈസൻസ് ഇല്ല, പോലീസ് പിടിക്കുന്നു, മാതാപിതാക്കൾക്കെതിരെ കേസ് എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ബൈക്ക് ഓടിക്കണം അല്ലെങ്കിൽ ആ വണ്ടി ഓടിക്കണം, ചീറിപ്പാഞ്ഞു പോകണം, മറ്റുള്ളവർ നോക്കുമ്പോഴത്തേ എനിക്ക് എന്തൊക്കെയോ സംതിങ് ഐ ആം ഗ്രേറ്റർ ദാൻ ദി അതർ ഗ്രൂപ്പ് എന്ന് കാണണം. അപ്പോൾ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നതും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ആരാണ്? പിയർ ഗ്രൂപ്പേ ചെയ്യുള്ളൂ. കാരണം കോൺസിക്വൻസസിനെ അവരത്രയും സാരമായിട്ട് എടുക്കുന്നില്ല. അപ്പം നമ്മൾ ഈ പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഒട്ടും അവൻ്റെ പ്രായത്തിലുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കരുത് എന്ന് പറയുന്നതും തെറ്റാണ്. അല്ലേ? ചെയ്യണം. അവൻ്റെ പ്രായത്തിലുള്ളവരിലൂടെ തന്നെ അവൻ വളരണം. പക്ഷെ അവിടെ ഒരു മൊറാലിറ്റി ആൻഡ് വാല്യൂ സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസിലൂടെ പോകാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു, പക്ഷേ ആ പ്ലേസിൽ നിന്ന് അവൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നിടത്തും
അവൻ പുറപ്പെടുന്ന പക്ഷെ അത് സ്ഥലത്തും പലപ്പോഴും ഈ കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് നമുക്ക് ആ ഒരു കാര്യത്തെ എത്തിക്കാൻ വളരെയധികം പാടുപെടുന്നുണ്ട്. പേരൻസ് ആയാലും ഇപ്പം നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഏതെങ്കിലും നിന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ രീതിയിലുള്ളതെന്ന് പറയുമ്പോൾ വളരെയധികം പേരൻസിനോട് അവൻ ദേഷ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ എന്തിനേക്കാൾ അവനെ പറയുന്നതിന് തുല്യമായിട്ട് അവൻ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവരെ എങ്ങനെ, അതായത് ആ രീതിയിൽ ഇപ്പോൾ ഒരു സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഇടപെടണോ? ഇടപെടണം. ഉം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൂ എന്ന് പറയുമ്പോൾ നല്ല ഫ്രണ്ട് എന്ന് നമ്മൾ വച്ചിരിക്കുന്ന സോ കോൾഡ് കുറെ ക്രൈറ്റീരിയ ഉണ്ട്, അതെ അതെ അതെ. അല്ലേ? നന്നായിട്ടിരുന്ന് രാവിലെ എഴുന്നേൽക്കുന്നു, ബാക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരെയും സഹായിക്കുന്നു, അതിനുശേഷം സ്കൂളിൽ ചെല്ലുന്നു, സ്വസ്ഥമായിട്ടിരുന്ന് അവൻ അത് പഠിക്കുന്നു, പഠിച്ചത് മുഴുവൻ പരീക്ഷയ്ക്ക് എഴുതുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു, ഏതൊരു കാര്യത്തിന് പോയാലും ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, എല്ലാവരുടെയും മുമ്പിൽ ഈ താഴ്ന്നു നിൽക്കുന്നു, ഭയങ്കര എളിമ കാണിക്കുന്നു, ഒരു കാര്യത്തിന് നോ പറയുന്നില്ല. അപ്പം ഇങ്ങനെ സോ കോൾഡ് നമ്മുടെ ഒരു പ്രോട്ടോക്കോളുണ്ട്. അപ്പം ഇത് മറ്റുള്ള നമ്മുടെ കുട്ടിയോട് പറയണം ഇതുപോലെ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അതാണ് എപ്പോഴും പറ്റുന്നത്. ഇപ്പം നമ്മൾ കുട്ടികളുടെ പലപ്പോഴും ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യും. അപ്പോൾ ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ പറയും അവൻ്റെ കൂടെ കൂടണ്ട. പക്ഷേ അവനായിരിക്കാം ചിലപ്പോൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, അതായത് മറ്റു വിമർശനങ്ങളൊന്നും ഇല്ലാതെ ഇവനെ ഇവനെ കേൾക്കുന്നയാൾ. കേൾക്കുന്ന ഒരാള്. അപ്പോൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടിക്ക് ആരെയായിരിക്കും ഇഷ്ടം? അവൻ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ഈ മനസ്സിലാക്കിയല്ലോ. കൗമാരപ്രായത്തിലെ കുട്ടികളെ മാതാപിതാക്കൾ കേൾക്കുന്നില്ല, അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് അവർക്കും ഒരു പരാതിയുണ്ട്. അപ്പൊ അവനെ കേൾക്കുന്നത് അവൻ ഈ പറയുന്ന ചിലപ്പോൾ സുഹൃത്തായിരിക്കും. സുഹൃത്തരി അപ്പോൾ അത് തന്നെയല്ല, ഒരു കാര്യം പറഞ്ഞ അവനൊരു തെറ്റുപറ്റി, അല്ലെങ്കിൽ അവനൊരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു, ഇത് പറയുമ്പോൾ അവൻ്റെ പ്രായത്തിലുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവൻ ഒബ്ലൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവൻ കടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളോടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു രക്ഷകർത്താവ് എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞത്, ഒരു ദിവസത്തെ ഒരു ട്യൂഷന് 1000 rupees 1000 രൂപ കൊടുത്താണ് ഞാൻ അവനെ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിച്ച് അവനൊരു 2-3 മാസത്തോളം പഠിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പരീക്ഷ എഴുതാനായിട്ട് ചെന്ന് പരീക്ഷ എഴുതി വരുമ്പോഴത്തേക്ക് അവൻ തോറ്റിട്ടാണ് വരുന്നത്. ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, അപ്പം ആ രക്ഷകർത്താക്കള് ഞാൻ ഇത് പൈസ മുടക്കി സമയം കൊടുത്തു, എന്തുകൊണ്ട് ഇവൻ ഇതിനുള്ള ഒരു റിവാർഡായിട്ട് വന്നില്ല, അല്ലെങ്കിൽ ഇതിന് ഒരു റിസൾട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? പക്ഷെ അവൻ്റെ കൂട്ടുകാരൻ ചോദിക്കാൻ പോകുന്നത്, എടാ സാരില്ലടാ, നമുക്ക് അടുത്ത പ്രാവശ്യം എഴുതി എടുക്കാടാ, ഒരു പണി ചെയ്യും, നമുക്ക് ഇത് നേരെ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി അടിക്കാടാ എന്നേ പറയുള്ളൂ. ഇപ്പം അതൊരു മോറലി അല്ലെ വാല്യൂ സിസ്റ്റത്തിൽ അത് തെറ്റാണെങ്കിലും ഇവനെ ആശ്വസിപ്പിക്കാൻ ഏത് മെത്തേഡാണ് നല്ലത്? അത്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അഡോളസെൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവരെ കുറെ സ്വാധീനിക്കുന്ന ചില വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ വീട്ടിലെ തന്നെ ചിലപ്പോൾ അങ്കിൾമാരായിരിക്കാം, ആൻറ്റിമാരായിരിക്കാം, ചില ടീച്ചേഴ്സ് ആയിരിക്കാം. ഇപ്പം എനിക്കറിയാം, എൻ്റെ ഇടയ്ക്ക് വന്ന ചില കുട്ടികളൊക്കെ ചില ടീച്ചറിൻ്റെ പേര് പറഞ്ഞിട്ട് പറയാം, സിസ്റ്ററെ എനിക്ക് എന്തുണ്ടെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്നത് ആ ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ എന്നെ സ്വാധീനിക്കുന്നു. അപ്പം ഇതേപോലെ സ്വാധീനിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ അഡോളസെൻസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് ഒത്തിരിയേറെ ഇവരെ ഉപകാരപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പം എനിക്കറിയാം, ചില കേസുകളിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കും, നിനക്ക് ആരോടാ മോനെ കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നേ? അത് സിസ്റ്റർ, എനിക്ക് എൻ്റെ ആൻറ്റി ഉണ്ട്. മേ ബി അവൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരു ആൻറ്റി ആയിരിക്കും. പക്ഷെ ആൻറ്റി എൻ്റെ അടുക്ക് ആൻറ്റി എല്ലാം കേൾക്കും, ആൻറ്റിക്ക് അത് മനസ്സിലാക്കും. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് എന്നോട് സഹതാപമുണ്ട്. മേ ബി ആ ആൻറ്റിയുമായിട്ട് മാതാപിതാക്കൾക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും മാതാപിതാക്കൾ ഡിറക്റ്റായിട്ട് ആ കുട്ടിയോട് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആൻറ്റി വഴി പറയിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ പറയുന്ന ഒരു ബൈപാസിങ് രീതി എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ ഒരു ബൈപാസിങ് രീതി നമ്മുടെ അഡോളസെൻസിനെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് വേണ്ടി വരും. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ചില കുട്ടികൾ വരുമ്പോഴത്തേക്കും ഒക്കെ എൻ്റെ അടുത്തേക്ക് ആദ്യമേ കൊണ്ടുവന്നു, മാതാപിതാക്കൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു പേടി വരും, സിസ്റ്റർ ആണല്ലോ
എന്ന് ഒരു പേടി വരും. പക്ഷേ എനിക്ക് അവിടെ ബാക്കി നമ്മുടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ കൂടുതലൊക്കെ ഇവരോട് ഇടപഴകുന്നു, ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അവരെ എങ്ങനെ നയിക്കണമെന്നൊരു മൊഡ്യൂൾ മാത്രം ഞാൻ ഈ സൈക്കോളജിസ്റ്റിന് കൊടുത്താൽ മതി, അവർ ഡീല് ചെയ്തോളും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മാതാപിതാക്കൾ ഓർക്കേണ്ടത്, മാതാപിതാക്കൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഡീല് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അഡോളസെൻസ് ചിലപ്പോൾ വയലൻ്റ് ആവും, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വരും. കാരണം മാതാപിതാക്കൾ അവരുടെ ഒരു സ്ട്രെസ്സുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ വലിയ കോൺഫ്ലിക്റ്റുകൾ വരും. അപ്പോൾ അവിടെ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് ഈ നമ്മൾ പറയുന്ന ബൈപ്പാസിങ് രീതി വളരെ നന്നായിട്ട് തോന്നുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം ഓർക്കുന്നത്. ഒരു മാതാപിതാക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞ, സിസ്റ്റേ അവന് വേറൊരു കുട്ടിയുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളിപ്പോൾ അവള് പറഞ്ഞിട്ടാണ്. കൗമാരപ്രായത്തിലെ പ്രണയങ്ങൾ കൂടുന്നതും അതിന്റെ കുറെ പ്രശ്നങ്ങളും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം, അവരുടെ വൈകാരിക അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ചേഞ്ചസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇതുപോലെയുള്ള ഒരു ആഭിമുഖ്യങ്ങൾ ഉണ്ടാവാം, പ്രണയങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവിടെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പ്രണയം എന്ന് പറയുന്നത് രണ്ടു പേർ തമ്മിലായിരിക്കാം, അതായത് രണ്ട് മനസ്സുകൾ തമ്മിലായിരിക്കാം. പക്ഷേ ഒരാൾ വിചാരിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ, അതേ ഗ്രാവിറ്റിയിൽ തന്നെ, അതേ ഒരു എലമെന്റിൽ തന്നെ മറ്റേയാൾ ഇതിനെ കാണണമെന്നില്ല. അവിടെയാണ് ഈ ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കുട്ടികളെ കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞ നേരത്തെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ, ഞാൻ അവൾ പറഞ്ഞിട്ടാ ഇവനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ രീതിയാണ്. കാരണം അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ഒരു കുട്ടിക്ക് സ്വാധീനിക്കാൻ സാധിക്കുമെന്നോർത്ത് നമ്മൾ പൂർണ്ണമായൊരു സ്വാധീനം അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയില്ല മറ്റേ കുട്ടിക്ക് ഈ ഒരു കുട്ടിയെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം, അതിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അതിലൂടെ നമ്മുടെ കുട്ടികളെ ഒരു ബൈപ്പാസിങ് മോഡിൽ പിടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ അഡോളസെൻസിനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമ്മളുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.